സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് ഷിക്കാഗോ ഒഹെയർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. പല വർഷങ്ങളിലും ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടായിട്ട് ഒഹെയർ ഇൻ്റർനാഷണൽ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഒന്നും ആയിട്ടില്ല. പിന്നെ അറ്റ്ലാന്റ, ഇത് പല വർഷങ്ങളോളം ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ ബിസിയസ്റ്റ് എയർപോർട്ടിൽ ഷിക്കാഗോ ഒഹെയർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ദുബായൊക്കെ തോന്നുന്നു, ദുബായാണ് വേൾഡിലെ ബിസിയസ്റ്റ് എയർപോർട്ട് വരുന്നത്. അത്രമാത്രം ഫ്ലൈറ്റ്സാണ് ഇവിടെ ഷിക്കാഗോ ഒഹെയറിലുള്ളത്. മുൻകാലങ്ങളിലാണ് കൂടുതലായിട്ട് ഷിക്കാഗോ ഒഹെയർ എയർപോർട്ട് അങ്ങനെ ഒരു ഖ്യാതി ഉണ്ടായിരുന്നത്. യാത്രയിലായിരുന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ബോസ്റ്റണിൽ നിന്ന് ഷിക്കാഗോ വന്നു. പക്ഷേ ഷിക്കാഗോയിൽ നിന്ന് നേരെ ഇപ്പോൾ കാലിഫോർണിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ്. പക്ഷെ വാർത്തകൾ നിലയ്ക്കുന്നില്ല എന്ന് പറയാൻ കാരണം വീണ്ടും യുദ്ധം തുടങ്ങുകയാണ്. ഏകദേശം ഒരു കുറച്ച് ദിവസത്തെ ഒരു മാസത്തോളം നിന്ന ശേഷം വീണ്ടും യുദ്ധം പുനരാരംഭിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇറാൻ ഇന്നലെ ഏകദേശം 5ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ UAE-യിലേക്ക് തൊടുത്തുവിട്ടു. നമ്മൾ അവിടെ ഉള്ള മലയാളികൾക്കൊക്കെ അറിയാവുന്നതാണ്. അവിടെ അവർ ഒട്ടനവധി ആൾക്കാർ ഒളിച്ചിരിക്കേണ്ടി വന്നു. പിന്നെ ഉള്ളത് ഈ ഇറാൻ്റെ കുറച്ച് അവിടെ അമേരിക്കയും ഇടപെട്ടിരിക്കുന്നു. അവിടെയുള്ള ബോട്ടുകളൊക്കെ മുക്കിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 3-4 ബോട്ടുകളോളം ഇറാൻ്റെ ബോട്ടുകൾ മുക്കിക്കളഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പോൾ യുദ്ധം വീണ്ടും തുടങ്ങുകയാണ്. അവർ സെറ്റിൽമെൻറ്റിലേക്ക്, ഒരു സമാധാനത്തിലേക്ക് വരികയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്. അപ്പോൾ ഇനി യുദ്ധം തുടങ്ങുമ്പോൾ സൗദി അറേബ്യയും UAE-യും ശക്തമായിട്ട് അമേരിക്കയോട് പറഞ്ഞത് ഇത് അവസാനിപ്പിച്ചിട്ട് പോയാൽ മതി എന്നാണ് സൗദി അറേബ്യ. കാരണം അവർക്ക് ഇനി അവിടെ നിലനിൽപ്പില്ല. കാരണം പാമ്പിനെ നോവിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ശക്തമായിട്ട് ഇത് UAE-യും സൗദി അറേബ്യയും ട്രംപിനോടും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനോടും. ഇപ്പോൾ ഇതിനിടയിൽ ബ്രാഡ് കൂപ്പർ എന്ന് പറഞ്ഞ അമേരിക്കൻ്റെ സെൻട്രൽ കമാൻഡർ, അദ്ദേഹം ഇന്നലെ ഫ്ലോറിഡയിലുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും വന്നും പോയി നിൽക്കുകയാണ് ഈ ഇവിടെയൊക്കെ. സെൻട്രൽ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശമാണ് സെൻട്രൽ കമാൻഡ്. അപ്പോൾ അവിടെ വന്നും പോയി നിൽക്കുന്ന അവസ്ഥയിലാണ് ബ്രാഡ് കൂപ്പർ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ യുദ്ധത്തിനൊരു അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വാർത്തകളാണ് ഞാൻ ബോസ്റ്റണിൽ നിന്നും ഷിക്കാഗോ വന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ വാർത്തകളാണ്. അവിടെ അത്ര ഇൻഫർമേഷൻ എടുത്ത് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരികയാണ്. ഇപ്പോൾ ഇവിടെ മിലിറ്ററിയുടെ ലോഞ്ച് ഉണ്ട്. അത് ഫ്രീ ആയിട്ട് മിലിറ്ററിയിൽ ഉണ്ടായിരുന്നവർക്കും വെറ്ററൻസിനും റിട്ടയേർഡ് ആൾക്കാർക്കൊക്കെ ഉള്ള ലൗഞ്ചാണ്. നമ്മൾ മറ്റ് ലൗഞ്ചിനൊക്കെ പോകണമെങ്കിൽ മണിക്കൂറിന് $40-50 വെച്ച് കൊടുക്കണം. ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ പോകാം. പക്ഷേ അത്ര ഗംഭീരം അല്ലെങ്കിലും അല്പസ്വല്പം ഭക്ഷണവും ഈ ചായ, കാപ്പി, സ്നാക്സൊക്കെ കിട്ടും, ബർഗറൊക്കെ കിട്ടും. അപ്പോൾ ആ ലോഞ്ചിലേക്ക് ഞാൻ പോവാണ്. ഇവിടെ എല്ലാ എയർപോർട്ടുകളും, അമേരിക്കയിലെ എല്ലാ എയർപോർട്ടുകളിൽ, ട്രെയിൻ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ അങ്ങനെയുള്ള ലോഞ്ചുകളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മളെ പോലെയുള്ളവർക്ക് അതിൻ്റെയൊക്കെ ടിപ്പിൻ്റെ ലോഞ്ച് അടുത്ത ഫ്ലൈറ്റിലുള്ള ടൈം വരെ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫാമിലിയും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടേക്കുള്ള ലക്ഷ്യമായിട്ട് യാത്രയ്ക്കിടയിലാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത് ഷിക്കാഗോ ഒഹെയർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നതിനുള്ള, മുലപ്പാൽ കൊടുക്കുന്നതിനുള്ള സ്റ്റേഷനുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ ഓരോ എയർപോർട്ടിൻ്റെയും പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാർത്തയ്ക്കിടയിലും അതും കൊടുക്കണം. പക്ഷേ ഒട്ടനവധി ബാറുകൾ, സാൻഡ്വിച്ച്, കുക്കീസ്, ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊക്കെയാണ് ഷിക്കാഗോ എയർപോർട്ട്. അവർ അടിപൊളിയായിട്ട് ഇങ്ങനെ പണിതുണ്ടാക്കിയിരിക്കുന്ന സാൻഡ്വിച്ചുകളുണ്ട്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മിലിറ്ററി ലോഞ്ചിലേക്കാണ്. USO എന്നാണ് പറയുക. ഞാനതും നോക്കിയാണ് പോകുന്നത്. അതിനിടയിലാണ് നിങ്ങളോട് ഈ വാർത്ത ചെയ്യുന്നത്. അപ്പോൾ അവിടെ യുദ്ധം വീണ്ടും കനക്കും. അടുത്ത ദിവസങ്ങളിൽ ഗൾഫിൽ ശക്തമായ അടി നടക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഈ അടി നല്ല അടിയായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോഴും ഇവർ ചർച്ചകൾ നടത്തിയിരുന്നു. പാകിസ്ഥാനിൽ പോയി ചർച്ച നടത്തിയിരുന്നു. പിന്നെ പലരും ഇടപെട്ടു. അവിടെ വലിയ ഭിന്നിപ്പ് വന്നിരിക്കുന്നു. ഭിന്നിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഗീഫ്, അവിടുത്തെ സ്പീക്കറാണ്. അദ്ദേഹവും പെസഷ്കൻ, അവിടുത്തെ ഈ പെസഷ്കൻ എന്ന് പറഞ്ഞ വ്യക്തി, അവിടുത്തെ പ്രസിഡന്റ്, ഇവർ രണ്ടാളും ഒരു ഭാഗത്തും, അബ്ബാസ് അരാഗ്ചി, അയാളാണ് വിദേശകാര്യമന്ത്രി. ഈ വിദേശകാര്യമന്ത്രി IRGC, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുമായിട്ട് കൂടിയിട്ട് ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, അതായത് അവർ
കൂടി തടസ്സം. ഇവർ തമ്മിൽ ഭിന്നത, അഭിപ്രായ വ്യത്യാസം. ഒരു ഗ്രൂപ്പിന് ഈ ന്യൂക്ലിയർ ബോംബ് അങ്ങോട്ട് വിട്ട് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഭിന്നിപ്പ്, ഇവരിലുള്ള ഭിന്നിപ്പ് അരാഗിച്ചിയും IRGCയും ഒരുമിച്ച് ഒരേപോലെയുള്ള ചിന്തയിൽ പോകുന്നു. എന്നാൽ ബാഗീഫ്, സ്പീക്കറും മുഹമ്മദ് ബാൽഗർ ബാഗീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം IRGCയിൽ, ഇവരൊക്കെ പട്ടാളത്തിൽ നിന്ന് വളർന്നു വന്ന നേതൃത്വത്തിലുള്ളവരാണ്. പെസഷ്കനും ഒരു ചേരിയിൽ നിൽക്കുന്നു, അടിയോടടി. അവിടെ തമ്മിലടിച്ച് തീരുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം അതും കാത്താണ് ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നു, ഞങ്ങൾ വെടിനിർത്തൽ അനിശ്ചിതത്വമായി അതായത് കുറേ നാളത്തേക്ക്, അതിന് ഇനി 2 ആഴ്ച 3 ആഴ്ച എന്നല്ല, ഞങ്ങൾ വെടിനിർത്തിയിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. നമുക്ക് ഇനി കാര്യങ്ങൾ അടുത്തറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടി തുടങ്ങുകയാണെങ്കിൽ ഏതാനും ദിവസം ഇന്നത്തോടു കൂടി തന്നെ അടി തുടങ്ങാനുള്ള സാധ്യതയാണ് നമുക്ക് ഇത്. പക്ഷേ ഇറാൻ്റെ ഉള്ളിൽ തമ്മിലടി കാത്തിരിക്കുകയായിരിക്കും ട്രംപിൻ്റെ ലക്ഷ്യം എന്നുള്ളതും നമുക്ക് നോക്കേണ്ടതുണ്ട്.